ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറണ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ ഇന്ന് പരീക്ഷിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റ് അല്ലേ. നമ്മൾ രാവിലെ എന്താണോ പറഞ്ഞ് തള്ളിമറിക്കാൻ പറഞ്ഞ് പറയുന്നതല്ല, നമുക്ക് ആ വോയിസ് കേൾക്കാം. അതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. ഇന്നത്തെ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് പറയാനുള്ളത്. ഞാൻ വീണ്ടും ഓപ്ഷൻ ബൈ ചെയ്യുന്ന നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും വളരെ സ്നേഹസ്വരൂപേണ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിക്കാതെ ഈ കാര്യം ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആരെങ്കിലും നിങ്ങൾ എന്നെ അറ്റവും മൂലയും മാത്രം അറിഞ്ഞുകൊണ്ട് ഓപ്ഷൻ ബൈങ് ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് 5000 വിട്ടാൽ 10000 കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദയവ് ചെയ്ത് നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്, നിങ്ങൾ ചെയ്യരുത്. ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയും ഇതെന്താണെന്നും പഠിച്ചിട്ട് മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുക. ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എന്നോട് വിരോധം തോന്നുമായിരിക്കും. ഇന്ന് ഉണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് വൈകുന്നേരം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇതുപോലെ എന്നെ ഇപ്പം അദ്ദേഹം ആ ആളെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്നോട് പിന്നെ ബുദ്ധിമുട്ടൊന്നും വിഷമമൊന്നും വിചാരിക്കില്ല. മറ്റുള്ളവർക്ക് കൂടെ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരു ഇന്നലെ മുതൽ 24,600 ഒരു ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പ്രൈസ് താഴോട്ട് പോകും തോറും വീണ്ടും 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 ആവറേജ് ചെയ്യുന്നു. എന്താണ് പ്രതീക്ഷയാണ് ഇത് കയറും. ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അറിയത്തില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 24,600 എന്ന് പറയുന്ന ഒരു സിയുടെ സ്ട്രൈക്ക് എടുത്ത് ഹോൾഡ് ചെയ്യുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ആ ഒരു സ്ട്രൈക്ക് ഹോൾഡ് ചെയ്യുന്നത് തീർത്തും ആ ആളുടെ അജ്ഞത കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ആ ആളുടെ അജ്ഞത കൊണ്ടാണ്. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങളുള്ള ഗ്ലോബലി ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു എടുത്ത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ അതോ സ്വന്തമായിട്ട് എടുത്താണോ? അതിനുശേഷം അത് തിരിച്ച് ഓപ്പോസിറ്റ് പോയപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുത്തത് ഇറങ്ങാതെ വീണ്ടും 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 ആവറേജ് ചെയ്ത് ഇപ്പോഴും അത് സ്റ്റിൽ ഹോൾഡിലാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വിഷമം തോന്നില്ല. മറ്റുള്ളവർക്ക് കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്, അല്ല നിങ്ങളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനു വേണ്ടിയല്ല ഞാനീ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയോ അല്ലെ അറിവോ ഇല്ലാതെ, മുറിവൈദ്യൻ ആളെ കൊല്ലും കേട്ടിട്ടില്ലേ? അറ്റവും മൂലം അറിഞ്ഞു വെച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ച ശേഷം നമ്മുടെ അഭിമന്യുവിന് പറ്റിയ പോലെ ആയിപ്പോവും. ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടതിന് ശേഷം തിരിച്ചിറങ്ങാൻ പറ്റാതായി പോകും. കയറാൻ എളുപ്പമാണ്, പക്ഷേ തിരിച്ചിറങ്ങാൻ നമുക്ക് വിദ്യ പഠിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പെട്ടുപോയി അവസാനം കാശ് പോയിട്ട് പിന്നെ മാർക്കറ്റിനെ തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറി വിളിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ അത് ഓർത്തുകൊണ്ട് ഞാൻ ആ സംഭവം അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ, ഇന്നുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ട് മാത്രം, കൃത്യമായി ഇതെന്താണ് എന്ന് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിലോട്ട് വരാം. ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ 9 മണിക്ക് മുന്നേ തന്നെ ഈ ഇന്നലെ രാത്രി നടന്ന സംഭവവികാസങ്ങളുടെയൊക്കെ ഒരു ആകത്തുക വെച്ചിട്ട് ഞാനൊരു വോയിസ് ഇട്ടിരുന്നു. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഇല്ലേ, ഗ്രൂപ്പിലില്ലാത്ത ധാരാളം ആൾക്കാർ കാണും, അവരോട് ഒന്ന് കേട്ടോട്ടെ. ഇന്ന് രാവിലെ 8:59 ഞാനിട്ട വോയിസ്. മാർക്കറ്റ് നമ്മൾ സാറിന് 9:10 9:09 വോയിസ് ഇടുന്നത്. ബട്ട് അതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു വോയിസ് ഇടും. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ എന്തിനാണ് നേരത്തെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിന്റ് അപ്സൈഡിലാണ് ഓപ്പണിംഗ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് അറിയത്തില്ല എത്രത്തോളം മാർക്കറ്റ് പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുക നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുക. ഇപ്പം നിലവിൽ കുറെ വാഗ്വാദങ്ങളും കുറെ ഭീഷണികളും ഒക്കെ നിലവിൽ മാർക്കറ്റിലുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിൽ ഇനിയിപ്പോ ഇന്ന് കമ്പനിയുടെ കബറടക്കമാണ്, അതിനുശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ത്രെട്ട് മാർക്കറ്റിലുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ സൈഡിൽ നിൽക്കുന്നത് നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മുകളിലോട്ട് പോയാലും ഏതെങ്കിലും റെസൻസിൽ എത്തുമ്പോൾ മാർക്കറ്റിന്റെ ബിഹേവിയർ അനുസരിച്ച് നിങ്ങൾ താഴോട്ടുള്ള ട്രേഡുകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. തൽക്കാലത്തേക്ക് നിങ്ങൾ ഒഴിവാക്കുക. ഒരു കൺഫർമേഷൻ, മാർക്കറ്റിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ
നിങ്ങൾ സിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ പി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുവാണെങ്കിലും ഒരു പോസിറ്റീവ്നെസ് ആണ്. ഇപ്പൊ ജപ്പാൻ മാർക്കറ്റൊക്കെ പോസിറ്റീവ് ആണ്, ബാക്കിയുള്ള മാർക്കറ്റുകളൊക്കെ ഫ്ലാറ്റ് നെഗറ്റീവ് ആണ്. ചൈന ആയാലും പിന്നെ കൊറിയ ആയാലും എല്ലാവരും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാത്തിരുന്ന്, പ്രത്യേകിച്ച് നിങ്ങൾ സെൻസെക്സിലൊക്കെ രാവിലെ തന്നെ ചാടി കയറാതെ മാർക്കറ്റ് ഒന്ന് സ്വസ്ഥമായി ഒന്ന് ശാന്തമായതിനു ശേഷം മാർക്കറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സെൻസെക്സിലൊക്കെ നിങ്ങൾ എൻട്രി എടുക്കുക. കാരണം എക്സ്പയറി ഡേ ആണ്, 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോഴത്തേക്കും പ്രീമിയം ഉരുകിത്തീരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എൻട്രി എടുക്കുന്നത് കാത്തിരുന്ന് മാർക്കറ്റ് ഒന്ന് ശാന്തമായി ഒരു ഡയറക്ഷൻ ഒന്ന് ക്ലിയർ ആകുന്നതിന് വരെ വെയിറ്റ് ചെയ്ത് മാത്രം ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് സി സൈഡ് നിൽക്കരുത്. മാർക്കറ്റ് എത്ര മുകളിലോട്ട് പോയാലും നിങ്ങൾ സി സൈഡ് നോക്കരുത്. നിങ്ങൾക്കൊരു കൃത്യമായ ഒരു എൻട്രി, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ പി സൈഡ് മാത്രമേ നിങ്ങൾ നോക്കാവൂ എന്ന് ഞാൻ വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതുപോലെ സെൻസെക്സ് ഇന്ന് എക്സ്പയറി ആണ്. സെൻസെക്സിൽ ട്രേഡ് എടുക്കുന്നവർ രാവിലെ ചാടി കയറാതെ ഉച്ച കഴിഞ്ഞിട്ട് വേണം കയറാനെന്നൊക്കെ കൃത്യമായിട്ട് രാവിലെ ഞാൻ പറയും. ഇതൊക്കെ കേട്ടിട്ടാണ് പിന്നെയും പോയി സി ഹോൾഡ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാകും. ഇതിൽ കൂടുതൽ ഒരു ക്ലിയർ ആയിട്ടൊരു ഡയറക്ഷൻ ആർക്ക് തരാൻ പറ്റും? നിങ്ങൾ പറയും. നിങ്ങളിന്ന് സി എടുക്കരുത്, അങ്ങനെ കാണാം സി മേലോട്ടാണ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്ന് ഇതിൻ്റെ താഴെ പൊങ്കാലയായിരിക്കും. കാരണം നമ്മൾ മലയാളികളല്ലേ, മനസ്സിലായില്ലേ? അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ വീക്ഷിക്കുകയും എല്ലാ സൈഡുകളിൽ നിന്നും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളൊരു വോയിസ് ഇടുന്നത്. അല്ല ചുമ്മാതെ രാവിലെ കണ്ണും തിരുമ്മി വന്നൊരു വോയിസ് ഇടുന്നതല്ല. ഇതിൻ്റെ പുറകിൽ ഒത്തിരി അധ്വാനമുണ്ട്. അപ്പോൾ ആ അധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഒരു പ്രയോജനകരമായിട്ട് തീരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അവസാന നിമിഷം മാത്രം നിങ്ങൾ സെൻസെക്സിൽ നിന്ന് രാവിലെ ചാടി കയറരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു. നോക്കിക്കേ, മാർക്കറ്റിൽ നിന്ന് എവിടെങ്കിലും പോയി രാവിലെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒരു മൊമെൻറ്റം രാവിലെ മുകളിലോട്ട് കാണിച്ചു 150 പോയിന്റ് മുകളിലോട്ട് പോയി. പക്ഷെ അതിന് ശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇല്ലേ, അതായത് 3 മണി വരെ മാർക്കറ്റ് എന്താ സംഭവിച്ചേ? മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. മാക്സിമം പിന്നെ സെൻസെക്സിനെ എക്സ്പയർ ഉരുക്കി തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അല്ലേ. ഇരുന്ന് വേറെ ഇറങ്ങിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനുശേഷം നല്ല രീതിയിലൊരു ഫോൾ നമുക്ക് സെൻസെക്സിൽ നമുക്ക് കിട്ടി ഇല്ലേ. നല്ല സെൻസെക്സിലല്ല, നിഫ്റ്റിയിൽ നമുക്ക് കിട്ടി. നല്ല രീതിയിൽ സാധനം ഇങ്ങനെ താഴെ പോയിരുന്നു. ഇതിവിടെ കിടപ്പുണ്ടോ? ഇല്ല, അത് ഇവിടെ. നല്ല രീതിയിൽ നമുക്ക് ഒരു ഫോൾ നമുക്ക് കിട്ടി. നല്ല രീതിയിൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മിടുക്ക് എടുത്ത് സെൻസെക്സ് എടുത്തവരും നിഫ്റ്റി എടുത്തവരും ഒക്കെ അങ്ങനെ ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമുക്കങ്ങനെ തള്ളിമറിക്കൽ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി നാളെ എന്താ സംഭവിക്കും? ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഇന്ന് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഓപ്പണിംഗ് പോയിന്റ് വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇപ്പം ആ ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 80 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡിലാണ്. ഏകദേശം ഇന്നലത്തെ ക്ലോസിങ്ങും അല്ല ഇന്നത്തെ ഓപ്പണിങ് ആ റേഞ്ചിനകത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. റേഞ്ച് വിട്ട് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല. ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാളെ വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡാണ്. ഓക്കെ, വീക്കെൻഡിൽ ഈ അടിയുടെ ഇൻറ്റൻസിറ്റി കൂടുകയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ഖമേനിയുടെ കബറടക്കവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയും വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ ആരും പറഞ്ഞു സാറ് മിമിക്രിയൊക്കെ പഠിച്ചല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും തിരിച്ചു പറഞ്ഞു അവർ പിന്നെ എൻ്റെ ഡീലിന് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഖത്തർ ഒരു മീഡിയേഷന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പോസിറ്റിവിറ്റികളാണ്. പക്ഷേങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു പക്ഷെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അടിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഹുർമൂസ് വഴി പോകുന്ന ടാങ്കറിനും അടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഹുർമൂസിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ഹുർമൂസ് എന്ന് പറയുന്ന സംഭവം, ഹുർമൂസിൻ്റെ കടലെടുക്കുന്ന പറയുന്ന സംഭവം ഈ ഇറാൻ്റെ അധീനതയിലാണ്. പക്ഷേങ്കിൽ ഇതിനകത്തിൽ ഒമാനും കൂടെ ഷെയറുണ്ട്. ഒമാനിൻ്റെ ടെറിട്ടറിയിൽ കൂടെ ആണ്, 2 പേർ കൂടാണ് ഇതിൻ്റെ ഷെയർ എങ്കിലും ഇത് കൈയടക്കി വെച്ചേക്കുന്നത് ഹുർമൂസാണ്. അപ്പോൾ ഏത് വഴി വേണമെങ്കിലും പോവാം. അതായത് ഇറാനോട് ചേർന്ന് പോവാം, ഒമാനോട് ചേർന്ന് പോവാം, ഇതിന് നടുക്കൂടെ പോവാം, പല രീതികളിലും പോവാം. അപ്പം ഈ ഓൾറെഡി ഹുർമൂസ് ഇറാൻ അടച്ചു. അപ്പോൾ അങ്ങനെ അടച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒമാൻ്റെ സൈഡിൽ കൂടെ
വെസലുകൾ പോകാൻ തുടങ്ങി. ഒമാൻ്റെ ഓരം ചേർന്ന് അങ്ങനെ കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരപ്പോഴാണ് ആരടിച്ചത്? IRGC ആ വെസലുകളെ അടിച്ചത്. കാരണം ഞങ്ങൾ അടച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ആറര വഴി കൂടെ നിങ്ങൾ പോകണ്ട എന്നുള്ള രീതിയിലാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പം അതിനുശേഷം അങ്ങോട്ട് അന്ന് രാത്രിയിൽ അമേരിക്ക കയറി നിറങ്ങി, അവരുടെ 3-4 പേര് മരിച്ചു. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ മരിച്ച ആൾക്കാർക്ക് പകരം ഒരു പ്രതികാരം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് അപ്പോൾ അമേരിക്ക നേരിട്ടടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവരുടെ US ബേസുകളിലൂടെയൊക്കെ ഉണ്ട്. ഈ പറയുന്ന അടുത്തിന്ന് കുവൈറ്റിൽ നിന്ന് ധാരാളം മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകളൊക്കെ വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നത് ജോർദാനിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്, അവിടോട്ട് അടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അശാന്തിയുടെ ഒരു സമയമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഈ സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരോട് സാറേ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യണേ. എക്സ്പയറി ഡേയിൽ എന്തോ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള അടി നടക്കുമ്പം ഈ പറയുന്ന ഡേറ്റകളൊന്നും വർക്ക് ചെയ്യത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അതായത് ഒരു ന്യൂസ് ബേസ്ഡ് സംഭവം മാർക്കറ്റിൽ നടക്കുമ്പം അവിടെ ഡേറ്റയോ മറ്റു കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ന്യൂസിൻ്റെ പുറകെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂസുകൾ വാച്ച് ചെയ്യണം. അപ്പം ഇന്ന് രാത്രി അടി നടക്കുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് വീണ്ടും പൊട്ടും. അത്രേ ഉള്ളൂ. അത് വേറെ സിമ്പിൾ അല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് നമ്മുടെ ഈ വർഷത്തെ ക്വാർട്ടർ റിസൾട്ടിൻ്റെ തുടക്കം എന്നോണം TCSൻ്റെ റിസൾട്ട് വന്നു. TCSൻ്റെ റിസൾട്ട് വന്നെങ്കിലും ക്വാർട്ടർലി നോക്കുമ്പം മാർക്കറ്റിൻ്റെ എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. അത്ര വലിയ നല്ല റിസൾട്ടല്ല. ബട്ട് ഇയർ ഓൺ ഇയർ നോക്കുമ്പം വലിയ നല്ല റിസൾട്ടാണ്. പിന്നെ അവരുടെ മാർജിൻ മീൻസ് അവരുടെ റവന്യൂ കൂടിയിട്ടുണ്ട്. ബട്ട് ക്വാർട്ടർലി ഉള്ള പ്രോഫിറ്റിനകത്തിൽ ചെറിയൊരു മിസ് വന്നിട്ടുണ്ട്. അത് എന്തോ ഒരു ലീഗൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ പൈസ വക മാറ്റിയതുകൊണ്ടാണ് പ്രോഫിറ്റ് കുറഞ്ഞതെന്നാണ് ന്യൂസുകളിനകത്ത് നമുക്ക് വായിച്ച് മനസ്സിലാകുന്നത്. അപ്പോൾ നാളെ ആ മാർക്കറ്റിൽ അതെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പം നമുക്കിപ്പോൾ ADR നോക്കുവാണെങ്കിൽ ഇൻഫോസിസിൻ്റെ ADR 1% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം TCS നാളെ എങ്ങനെയാണ് മാർക്കറ്റിൽ പ്രതികരിക്കുന്നത് അറിയത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, TCS നാളെ ഇടിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. കാശുള്ളവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള അവസരമാണ്. ആ കാശില്ലെന്നുണ്ടെങ്കിൽ TCS മേടിക്കാൻ കാശില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ITBs മേടിക്കുക. അതാണ് ഇപ്പോൾ എനിക്കൊരു റെക്കമെൻഡേഷൻ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത്. കാരണം ഇത്രയ്ക്ക് നല്ലൊരു ബ്ലൂ ചിപ്പായിട്ടുള്ളൊരു സ്റ്റോക്ക് ഇത്രയും നല്ല ബോട്ടം ലെവലിൽ കിടക്കുമ്പോൾ അത് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം അടുത്ത മാസം വിൽക്കാൻ വേണ്ടിയല്ല ഇത് മേടിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നിങ്ങളിത് ഹോൾഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോട് വേണം നിങ്ങൾ മേടിക്കുക. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം എനിക്ക് കാശ് വേണം, അടുത്ത ആഴ്ച എനിക്ക് കാശ് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, കൊച്ചിനെ കെട്ടിക്കാൻ വെച്ചേക്കുന്ന പൈസയോ, പിള്ളേരെ പഠിപ്പിക്കാൻ വെച്ചേക്കുന്ന പൈസയോ, വീട് പണിയാൻ വെച്ചേക്കുന്ന പൈസയോ, അല്ല ആശുപത്രി കൊടുക്കാൻ വെച്ചേക്കുന്ന പൈസയോ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് ഇടരുത്. അത് പിന്നെ പണ്ടത്തേൻ്റെ പിന്നത്തേതായിട്ട് മാറും. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നാളെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് 24,000 എന്ന് പറയുന്ന സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്. ഇന്നലെ ഞാൻ ഈ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് താഴെ നമ്മുടെ ഒരു സപ്പോർട്ട് ഇവിടെ കിടപ്പുണ്ട് 23,916. നാളെ വീണ്ടും ആ സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 24,000 കടന്ന് മുകളിലോട്ട് പോകാം. പക്ഷേ ഇപ്പം ഈ ലെവലുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മളിനി കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ല. നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ന്യൂസുകൾ എന്താണ് വരുന്നത് നോക്കി മാത്രമേ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ സപ്പോർട്ട് കൃത്യമായിട്ട് ഇന്നത്തെ ഓപ്പണിംഗ് ആണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ആ സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 23,916 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് നമുക്ക് കിട്ടും. നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ. അങ്ങനെ 24,000 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. ആ പ്രതീക്ഷയ്ക്ക് ഒരു ഉറപ്പുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈ ഒക്കെ കട്ട് ചെയ്യണം. ഈ പറയുന്ന ഇന്നത്തെ കൺസോൾട്ടേഷൻ ഹൈ ഒക്കെ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം മുകളിലോട്ട് വരും. ഇല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും താഴോട്ട് വരും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 23,800 നമ്മൾ കാണേണ്ടി വരും താഴോട്ട് വന്നാൽ. പിന്നെ 23,800 പൊട്ടിയാൽ താഴെ 23,600. ഇതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ കൂടുതൽ പറയേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ നാളെ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ റിലയൻസിനെ നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക. റിലയൻസ് താഴെ പോകാൻ മടി കാണിക്കുന്നുണ്ട്. അപ്പം ഒരു റിക്കവറി വരുവാണെങ്കിൽ ആദ്യം റിക്കവറി ഉണ്ടാകാൻ പോകുന്നത് റിലയൻസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ റിലയൻസിനെ കൂടെ ഒന്ന് വാച്ച് ചെയ്യുക. റിലയൻസിൻ്റെ ചാർട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. റിലയൻസ് പലപ്പോഴും ഇന്ന് എവിടെ നിന്നാണോ കയറിപ്പോയത് ആ പോയിന്റ് തന്നെ വന്ന്
ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. മാർക്കറ്റ് 1297 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് റിലയൻസിനകത്തിലൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ മാർക്കറ്റിൽ പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാവുകയാണെങ്കിൽ റിലയൻസിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 500 പോയിൻറ്റ്, ഇന്നലെ 1500 പോയിൻറ്റ് പൊട്ടി, ഇന്ന് 500 പോയിൻറ്റ് തിരിച്ച് റിക്കവറി ആയിട്ടുണ്ട്. വീണ്ടും 56,759-നും 830-നും ഇടയ്ക്ക് കടന്ന് ഞെങ്ങി അമർന്ന് കിടക്കുകയാണ്. എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ഔട്ട് നടന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉള്ളൂ. മിഡ് ക്യാപ്പ് ഇന്ന് വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അത് നോക്കി എല്ലാവരും പച്ചയാണ്, ഹീറോ മോട്ടോകോപ്പ്, BSC, ഡിക്സൺ എല്ലാവരും പച്ചയാണ്. അതിൻ്റെ ബലത്തിലാണ് 230. നോക്കിക്കേ, വ്യത്യാസം കണ്ടോ? അല്ലാതെ നിഫ്റ്റി വീഴുമ്പം മിഡ് ക്യാപ്പ് പൊട്ടണം നിർബന്ധമൊന്നുമില്ല. വെരി എക്സാമ്പിളാണ്, അങ്ങനെ തെറ്റിദ്ധാരണ ഉള്ളവർക്കുള്ള വെരി എക്സാമ്പിളാണിത്. കാരണം നിഫ്റ്റി അവരുടെ മിഡ് ക്യാപ്പിൻ്റെ സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്കുകളും പച്ച കത്തി, അതുകൊണ്ട് അവർ പെർഫോം ചെയ്തു അടിപൊളിയായിട്ട്. 250 പോയിൻ്റ് ഇന്ന് നോക്കി കണ്ടോ, 250 പോയിൻ്റ് ഇന്ന് അവർ 225 പോയിൻ്റ് ഇന്ന് അവർ പെർഫോം ചെയ്തു. നിഫ്റ്റിക്ക് പെർഫോം ചെയ്യാനുള്ള സ്റ്റോക്കുകളില്ലായിരുന്നു, അതുകൊണ്ട് അവർ പെർഫോം ചെയ്തില്ല. ഇത്രയുള്ള സിമ്പിൾ. നോക്കിക്കണ്ടോ, എല്ലാവരും നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ്. സെൻസെക്സിൻ്റെ കാര്യം കൂടെ വേണമെന്ന് പറഞ്ഞേക്കാം. സെൻസെക്സ് ഇനിയിപ്പം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് സാറേ സെൻസെക്സ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പരാതി വരും. ഞാൻ ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഈ പറയുന്നത് 76,802 ക്രോസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് 630 കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് നോക്കാം താഴോട്ടാണോ മേലോട്ടാണെന്നുള്ളത്. ലെവലുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം ഇല്ല. അപ്പം അതുപോലെ തന്നെ നാളെ നമുക്ക് വീഡിയോ ഇല്ലല്ലോ, നാളെ വെള്ളിയാഴ്ചയല്ലേ. അപ്പം ശനിയാഴ്ചയാണ് നമ്മുടെ ക്ലാസ് എറണാകുളത്ത് വെച്ച്. സീറ്റ് എല്ലാം ഫില്ലായി, വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് 3-4 പേര്. അവരെ കൂടെ എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യിക്കാനുള്ള വഴി നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് കാണാം. അപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.